കണ്ണൂർ പ്രദേശത്ത് നിന്ന് കിട്ടുന്ന വെട്ടുകല്ല് ബാക്കി തിരുവനന്തപുരം ഭാഗത്ത് കിട്ടുമോ? ഇവിടെ കിട്ടുന്ന കരിമണൽ അങ്ങോട്ട് കിട്ടുമോ? അപ്പൊ ആ കണക്ക് വിളയുന്ന തേങ്ങ പോലും വ്യത്യാസം ഉണ്ടാവും. അത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് യവക്കണക്കിലാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയത്. ഏറ്റവും മൈന്യൂട്ട് കണക്ക്. ആ യവക്കണക്കിൽ നിന്നിട്ടാണ് അങ്കുലത്തെ ഉണ്ടാക്കിയത്. അങ്കുലത്തിൽ നിന്നാണ് കോലുണ്ടാക്കിയത്. അപ്പൊ പലയിടത്തും 73.4, 71.9, 72, 72.4 ഒക്കെ ആയിരിക്കും സെന്റിമീറ്റർ കണക്ക്. അത് ആ പ്രദേശത്തെ സ്ഥപതിക്ക് നിശ്ചയിച്ചു കൊടുത്ത കണക്കാണ്. അത് ഗുരു ആ ക്ഷേത്രം പണിയുന്ന സമയത്ത് ആ കണക്ക് തീരുമാനിച്ച് ആ ദേശക്ഷേത്രത്തെ അല്ലെങ്കിൽ ആ ഗ്രാമദേവതയെ പണിത് ക്ഷേത്രത്തെ പണിത് ആ കോൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് മുഴക്കോൽ അവിടെ വെച്ചിട്ടുണ്ടാവും. എന്തിനാണ് ആ മുഴക്കോൽ വെച്ചിരിക്കുന്നത്? നാളെ പണിയുന്ന ഗൃഹങ്ങൾ മുതൽ സകല സാധനങ്ങളും വെയിറ്റിംഗ് ഷെഡ് വരെ കണക്കിൽ ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചില്ലറ ബുദ്ധിയായിരുന്നു. അത് എന്തിനാണ് ഉണ്ടാക്കി വെക്കുന്നത്? അതാണ് ഏറ്റവും രസം. ഈ കഴിഞ്ഞ സ്ഥലം പറഞ്ഞോടെ അങ്ങോട്ടേക്ക് കരിങ്ങാലിലാണ് ഉണ്ടാക്കുക, വടക്കോട്ട്. തെക്കോട്ടാവില്ല, അടയ്ക്കാമരവാരിയിലാണ്. വളയരുത്, ചുരുങ്ങരുത്. ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇതുപോലെ നമ്മൾ ടേപ്പ് പോലെ കുറച്ച് കഴിയുമ്പോൾ ടേപ്പ് 1 മീറ്ററിന് 1.5 മീറ്റർ ആവും. പ്ലാസ്റ്റിക്കിന്റെ ടേപ്പ് വലിഞ്ഞു പോകും. ഞാൻ വീട് വെച്ചപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റി. അതുപോലെ ഈ ചൂട് കയറുമ്പോഴും തണുപ്പ് മാറുമ്പോഴും ഒക്കെ ഇത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വസ്തുക്കളെ കൊണ്ടാണ് കാലാതിവർത്തിയായിട്ട് മുഴക്കോലിരിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ കാണിച്ചുതരാം. കാലാതിവർത്തിയായിട്ട് എന്ന് വെച്ചാൽ ഒരു 300 കൊല്ലെങ്കിലും ആയി ആ മുഴക്കോൽ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അതിൽ നിന്ന് തീരുമാനിച്ച് പണിത തറവാടുകളും ഇല്ലങ്ങളും പത്തായപ്പുരകളും ഉള്ള സ്ഥലം എനിക്കറിയാം. ആ കണക്കിൽ നിന്ന് എടുത്താണ്. ഇപ്പോഴും ബുദ്ധിയുള്ള സ്ഥപതിമാർ ആദ്യം തീരുമാനിക്കുന്ന ആ ക്ഷേത്രത്തിലെ കണക്കാണ്. വെറുതെ ഒരു കട്ടളപ്പടി അളന്നാൽ പോലും അകത്തിരിക്കുന്ന വിഗ്രഹത്തിന്റെ കണക്കറിയാൻ പറ്റുന്ന വിധത്തിൽ ബുദ്ധിയുള്ള ആളുകൾ ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. അത് പറ്റാത്തവര് ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഒറ്റ പ്രശ്നം, നമ്മൾ ആരെ തീരുമാനിക്കുന്നു, ഏതാളെ നമ്മൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ദൈവജ്ഞന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്ഥപതിക്കും ദൈവാധീനവും. സ്ഥപതി ദൈവജ്ഞൻ തന്നെയല്ലേ? അതെ. സ്ഥപതി ആരാണ്? ഈ കെട്ടിടങ്ങൾ മുഴുവൻ പണിത വിശ്വകർമ്മകൾ. ആ ജോയിന്റുകളൊക്കെ കാണണം. ചില അമ്പലങ്ങളിലേക്ക് പോയിട്ട് കഴുക്കോലൊക്കെ ചേർത്തിരിക്കുന്നത്, ആ കൂട്ടുകഴുക്കോലുണ്ടല്ലോ വൃത്താകാരത്തിലുള്ള, അതിലേക്ക് വന്നത് ചേരുന്ന അതിൻ്റെ ഭംഗി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു യോഗ സാധന ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആനന്ദമില്ലേ, ആ ഒരൊറ്റ ദർശനം കൊണ്ട് കിട്ടും. അത്രയും എങ്ങനെ ഇവരിത് അത്ഭുതപ്പെട്ടിട്ടേ. കാരണം ഇത് ഈ മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാൻ? അന്നത്തെ അതോടൊപ്പം നമ്മൾ അവരെ, അതുകൊണ്ടല്ലേ അവരെ ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ പണി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ദക്ഷിണയും ദാനവും എല്ലാം കൊടുക്കണം.